ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഷിലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ ഒരു കുക്കീസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ഓട്സ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ടും ഈക്വൽ എമൗണ്ടിലാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കടല, ഒരു 1/2 കപ്പ് തന്നെയാണ് കടലയും എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ കടല, നിലക്കടല അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണോളം പട്ട പൊടിച്ചതും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാരയൊന്നുമല്ല നമ്മൾ ഈ കുക്കീസ് തയ്യാറാക്കുന്നത്. 4 അണി ശർക്കര ഞാൻ കുറച്ച് വെള്ളത്തിൽ കനിച്ചതിന് ശേഷം അരിച്ച് ചൂട് തണഞ്ഞതിന് ശേഷം ഈ പൊടിയിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒന്നിച്ച് മുഴുവനായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യരുത്. കുറേശ്ശെ ഒഴിച്ച് സ്പൂൺ വെച്ച് നമ്മൾ മാവ് ഇളക്കി ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. വേണമെങ്കിൽ ഗീയും യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എന്തായാലും 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴയ്ക്കുക. അപ്പോൾ ആദ്യം കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലായിരിക്കും ഈ മാവ് ഉണ്ടാവുക. എന്നാൽ നമ്മളൊരു 10 മിനിറ്റ് സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഉള്ളത്. ഇനി നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മാവ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് ഉള്ളത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു കുക്കീസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണം എടുക്കാവുന്നതാണ്. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഓവനിലൊന്നല്ല, ഞാൻ ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓയിലൊന്ന് തടവിയതിന് ശേഷം നമ്മുടെ കുക്കീസ് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് മതി നമുക്കിതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. നമ്മളെ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. പാലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കുക്കീസാണിത്. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കുക്കീസാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് പൊട്ടിച്ച് നോക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.